വെൽക്കം ബാക്ക് ടു ലേണിനോ. റെയിൽവേയുടെ പരീക്ഷകൾക്കായിട്ട് കാത്തിരിക്കുന്നവർക്കുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇന്ന് പറയാൻ പോകുന്നത്. RRB ടെക്നീഷ്യൻ പോസ്റ്റുകളിലേക്കുള്ള ടെന്റേറ്റീവ് ടൈം ലൈൻ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി RRB ALP നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ RRBയുടെ ടെക്നീഷ്യൻ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ITI കഴിഞ്ഞവർക്കുള്ള ഒരു അവസരമാണ്. ഏകദേശം 9000 വേക്കൻസീസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നല്ലൊരു മാസ് റിക്രൂട്ട്മെന്റ് തന്നെയായിരിക്കും. അത്രയും അധികം വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ ഒഫീഷ്യൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വെബ്സൈറ്റിൽ ഫെബ്രുവരിയിൽ വരും എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത് മാർച്ച് ടു ഏപ്രിൽ മാസങ്ങളിലായിരിക്കും നമുക്ക് ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അപ്പൊ ഇതിൽ നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഒക്ടോബറിനും ഡിസംബറിനും ഇടയിൽ നടക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ CBT1 CBT2 അങ്ങനെ 2 പരീക്ഷകളുണ്ട്. അപ്പൊ ഒക്ടോബറിൽ CBT1 ആണെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു നവംബർ ഡിസംബർ മാസത്തിൽ CBT2 കംപ്ലീറ്റ് ആവുന്ന രീതിയിലായിരിക്കും. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ഏകദേശം ഒരു ഫെബ്രുവരി 2025 ആവുമ്പോഴത്തേക്കായിരിക്കും വരിക. അപ്പൊ ഈ ഒരു വർഷം ആയിരിക്കും ഇതിന്റെ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് നടക്കാനായിട്ട്. അപ്പൊ ഫെബ്രുവരിയിൽ നോട്ടിഫിക്കേഷൻ വരും, മാർച്ചിൽ നമുക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് അറിയുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. എന്തായാലും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്ന് നമുക്ക് അതിന്റെ ബാക്കി കാര്യങ്ങൾ അറിയുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇപ്പൊ തന്നെ ഇത് പറഞ്ഞു വെക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം നടക്കാൻ പോകുന്നത് ഒക്ടോബറിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ പ്രിപ്പറേഷൻ നമ്മൾ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരട്ടെ, എക്സാം ആവട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. ഇപ്പൊ തന്നെ നമ്മൾ അതിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ഇപ്പൊ തന്നെ പറയുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് നമുക്ക് ഏജ് ലിമിറ്റ് വരുന്നത് 18 to 33. 18 മുതൽ 33 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാം. സെലക്ഷൻ പ്രോസസ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു. CBT1 CBT2 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് CBT1 ഉം CBT2 ഉം അതിൽ ഓരോന്നിലും എന്തൊക്കെ പോർഷൻസ് ആണ് പഠിക്കേണ്ടത് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഡൗൺലോഡ് ചെയ്ത് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് ആ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ്സ് ഒന്നുകൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരിയിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ മാർച്ച് ഏപ്രിൽ നമുക്ക് ഓൺലൈൻ രജിസ്റ്റർ ചെയ്യാം. പിന്നെ ഫീ പേയ്മെന്റ് ഒക്കെ ഏപ്രിലോട് കൂടി കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും. CBT1 ഒക്ടോബറിലും CBT2 ഡിസംബറിലും റിസൾട്ട് ഫെബ്രുവരി 2025 വരുന്ന രീതിയിലായിരിക്കും. ഓക്കെ, അപ്പൊ ഏകദേശം നമുക്ക് ഈ കാര്യങ്ങൾ ഈ മാസം എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കുക. പലർക്കും വരുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കൃത്യമായ നോട്ടിഫിക്കേഷൻസ് എപ്പോ വരുന്നു എന്നോ അത് എപ്പോ അപ്ലൈ ചെയ്യണമെന്നോ ഒന്നും അറിയാതെ പലർക്കും പല എക്സാമുകളും മിസ്സായി പോകുന്നുണ്ട്. അപ്പോ കൃത്യമായി നമുക്ക് ആ ഒരു ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് വീണ്ടും വീണ്ടും പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഡേറ്റ് നിങ്ങളുടെ മനസ്സിലിരിക്കാം. പല ജോലികൾ ചെയ്യുന്നവരായിരിക്കും അല്ലെങ്കിൽ പഠിക്കുന്നവരായിരിക്കും. അപ്പോൾ ഈ എക്സാം എപ്പോ നോട്ടിഫിക്കേഷൻ വരുന്നു അത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. എങ്കിലേ നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ആ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധയോടുകൂടി ഓർത്തു വെക്കാം. ഓക്കെ, ഇനി ഇതിനകത്ത് ആപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഫീ ഒരു candidates belonging to SC ST ex-servicemen, female, transgender, minorities, economically backward class ഇവർക്കൊക്കെ 250 rupees-ഉം ബാക്കിയുള്ളവർക്ക് 500 rupees-ഉം ആണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ SLC ITI ഫ്രം എ രജിസ്റ്റേർഡ് NCVT SCVT ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ റിലവന്റ് ട്രേഡ്. അതാണ് ITI കഴിഞ്ഞവർക്കാണ് ഈ ഒരു പോസ്റ്റ്. SSLC പാസ്സായിരിക്കണം, ഒപ്പം ITI കഴിഞ്ഞവർക്കുള്ള ഒരു അവസരമാണ്. അപ്പൊ നമ്മളുടെ ട്രേഡിന് അനുസരിച്ച് ഇപ്പൊ നമ്മള് ഇലക്ട്രീഷ്യൻ ആണോ, ഇലക്ട്രോണിക് മെക്കാനിക് ആണോ, ഫിറ്റർ ആണോ, അപ്പൊ നമ്മൾ ഏത് ട്രേഡ് ആണോ അതിനനുസരിച്ചുള്ള പോസ്റ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഏജ് ലിമിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, 18 to 33 years ആണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് CBT1 CBT2 എക്സാമിന്റെ പാറ്റേൺ എന്താണെന്നുള്ളത് നോക്കാം. അപ്പൊ CBT1 എക്സാം എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് നമുക്ക് മാത്സ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ സയൻസ്, ജനറൽ അവയർനെസ് ആൻഡ് കറന്റ് അഫയേഴ്സ്, ഇത്രയാണ് നമുക്ക് അതിനകത്ത് വരുന്നത്. 75 questions, 60 minute എക്സാം ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട്. 1/3 മാർക്ക് വിൽ ബി ഡിഡക്റ്റഡ് ഫോർ റോങ് ആൻസേഴ്സ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ ജനറൽ സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിനകത്ത് ചോദിക്കുന്നുണ്ടാവുക. ദാറ്റ് ഈസ് CBT1 എക്സാം. CBT1 എക്സാം എന്ന് പറയുന്നത് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് പോലെയാണ്. CBT1 എക്സാം നമ്മൾ ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് CBT2 എക്സാം എഴുതാൻ പറ്റുള്ളൂ. അത് RRB എക്സാംസിന് എല്ലാ എക്സാംസിനും അങ്ങനെ തന്നെയാണ്, ALPക്കും ഒക്കെ അതേപോലെ തന്നെയാണ്. സോ ദാറ്റ് ഇസ് അബൌട്ട് CBT1 എക്സാം.
ആൻഡ് CBT 2 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ CBT 2 നമുക്ക് രണ്ട് പാർട്ട് ആയിരിക്കും, പാർട്ട് എ ആൻഡ് പാർട്ട് ബി. പാർട്ട് എയില് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ മാത്സ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ്, ജനറൽ സയൻസ്, ജനറൽ അവയർനെസ് തന്നെയാണ്. 100 ക്വസ്റ്റ്യൻസ് 90 മിനിറ്റ്സ് ഡ്യൂറേഷൻ ആണ് വരുന്നത്. ആൻഡ് പാർട്ട് ബി എന്ന് പറയുന്നത് നമ്മുടെ റെലവന്റ് ട്രേഡ്, നമ്മൾ ഏത് ട്രേഡ് ആണോ നമ്മൾ ചൂസ് ചെയ്യുന്നത്, നമ്മുടെ ട്രേഡ് ഏതാണോ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പാർട്ട് ബിയിൽ ഉണ്ടാവുക. അപ്പൊ CBT 2 നമുക്ക് പാർട്ട് എയും പാർട്ട് ബിയും, അതിലും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ റോങ് ആൻസേഴ്സിന് നമുക്ക് 1/3 മാർക്സ് ഡിഡക്റ്റ് ആവും. സോ ദിസ് ഇസ് എ പാറ്റേൺ. ഇനി എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ലേണിനോയില് നമ്മൾ ഇതിന്റെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. RRB ടെക്നീഷ്യൻ ക്രാഷ് കോഴ്സ് ഉണ്ട്. അപ്പൊ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രേഡിലായിരിക്കും കേട്ടോ നമ്മുടെ കോച്ചിങ് ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഇതിനകത്ത് ജോയിൻ ചെയ്യാം. നമ്മൾ ലെക്ചേഴ്സ്, MCQs, അതേപോലെ തന്നെ നോട്ട്സിന്റെയും MCQയുടെ ഒക്കെ PDF, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ, പേഴ്സണൽ മെന്ററിംഗ് എല്ലാം ഉൾപ്പെടുന്ന നമ്മുടെ ക്രാഷ് കോഴ്സ് ഇപ്പം അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് അതിന് ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാം. ഇതിനകത്ത് നമ്മൾ CBT 1 ഉം CBT 2 രണ്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോഴ്സാണ്. ഇനി അതല്ല നമുക്ക് CBT 1 കോഴ്സ് മാത്രമായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും അവൈലബിൾ ആണ്. അപ്പൊ ഈ CBT 1ന്റെ കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എക്സാമിന് മാത്രമല്ല, ALP എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഇനി വരാൻ പോകുന്ന JEE എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും എല്ലാം CBT 1 എന്ന് പറയുന്നത് ക്ലിയർ ചെയ്യാൻ ഈ ഒരു കോഴ്സ് യൂസ്ഫുൾ ആയിരിക്കും. സോ ദാറ്റ്സ് യുവർ ഡിസിഷൻ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഡിസൈഡ് ചെയ്യുക. ഇനി വരുന്ന മാസങ്ങൾ നമ്മൾ റെയിൽവേ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സമയമാണ്. പക്ഷെ എക്സാം ആവട്ടെ എന്നിട്ട് പഠിക്കാം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാതെ മാസ് റിക്രൂട്ട്മെന്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ചാൻസ് മിസ് ചെയ്യണ്ട. താങ്ക് യു.